പ്രിയരെ, സ്ലിഹാകാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. തിരുസഭ മാതാവ് നമ്മളെ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം മർക്കോസിന്റെ സുവിശേഷത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. വിധക്കാരന്റെ ഉപമയാണ് നാം കാണുക. യേശുനാഥൻ തോയിൽ കയറി ശിഷ്യന്മാര് യേശുവിന് ചുറ്റും യേശു പഠിപ്പിക്കുന്നത് കേൾക്കുവാൻ വേണ്ടി ആ കടലിന് അഭിമുഖമായിട്ട് നിന്നു. അപ്പൊ യേശുനാഥൻ പ്രകാരം പഠിപ്പിക്കാൻ തുടങ്ങി. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വഴിയരികിൽ കുറെ വിത്ത് വീണു. അവ പക്ഷികൾ വന്നു തിന്നു കളഞ്ഞു. കുറെ വിത്ത് പാറപ്പുറത്ത് വീണു. സൂര്യൻ ഉദിച്ചപ്പോൾ അവയ്ക്ക് വളരുവാൻ തക്ക വിധത്തിൽ മണ്ണില്ലാത്തതിനാൽ കരിഞ്ഞുപോയി എന്നും. മൂന്നാമത് കുറെ വിത്ത് മുൾച്ചെടികൾക്കിടയിൽ വീണു എന്നും മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞെന്നും. ഈ 3 സ്ഥലത്ത് വീണ വിത്തുകൾക്ക് ഫലമൊന്നും പുറപ്പെടുവിക്കാൻ സാധിക്കാതെ നശിച്ചുപോയി. ഒരു ഫലവും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. എന്നാൽ 4ാമത്തെ നിലത്ത് വീണ നല്ല നിലത്ത് വീണാണ്. അവയ്ക്ക് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിച്ചു സാധിച്ചു. നമ്മളും അതുപോലെ നമ്മൾ കേട്ട വചനം നമ്മിൽ നമ്മുടെ ഹൃദയത്തിൽ 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഫുട്ബോൾ മാമാങ്കത്തിലാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 മാമാങ്കത്തിൽ ആര് വിജയിക്കും? റൊണാൾഡോ ആണോ, മെസ്സി ആണോ, നെയ്മാർ ആണോ, എംബാപ്പയാണോ, അല്ലെങ്കിൽ സ്പെയിൻകാരാണോ? ആരാണ് ഈ കപ്പടിച്ചെടുക്കുക എന്നുള്ള ആവേശത്തിലാണ് ചുറ്റുപാടും. അതിന്റെ മാമാങ്കം വളരെ ആഘോഷമായിട്ട് എല്ലാ രാജ്യങ്ങളും അരങ്ങേറുകയാണ്. പ്രിയമുള്ളവരെ, ഈ മാമാങ്കത്തിൽ ആര് വിജയിക്കും? 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാനായിട്ട് ഈ പ്രഗത്ഭരായ കളിക്ക് സാധിച്ചെങ്കിൽ അവരുടെ അത്യധ്വാനത്തിന്റെ ഫലമാണ്. വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം അവര് കൈമുതലാക്കി ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വേദനയിലും എല്ലാം പറമ്പുകളൊക്കെ ചവിട്ടിക്കയറി അവര് ഉന്നത സോപാനത്തിലേക്ക് എത്തിച്ചേർന്ന് ഈ കപ്പടിച്ചെടുക്കുകയാണെങ്കിൽ അവർ 100 മേനി ഫലം പുറപ്പെടുവിച്ചവരാണ്. കർത്താവ് പറയുകയാണ്, വഴിയരികിൽ വീണ വിത്തിൽ കുറെ പക്ഷികൾ വന്ന് തിന്നുപോയി എന്ന്. സാത്താൻ വന്ന് കേട്ട വചനം അപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് വളരാനേ സാധിച്ചില്ല. 2ാമതായി കാണുക, നാം പാറപ്പുറത്ത് വീണ വിത്തുകളാണ്. പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാവുമ്പോൾ അവ കരിഞ്ഞു പോവുകയാണ്, ഫലശൂന്യമായി തീരുകയാണ്. 3ാമതായി മുൾച്ചെടികൾക്ക് വീണപ്പോൾ അവയ്ക്ക് വളരാൻ സാധിച്ചില്ല. ഈ ലോകത്തിന്റെ സുഖ സന്തോഷങ്ങൾ അവരെ അലട്ടിയപ്പോൾ അവയ്ക്കൊന്നും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ, ആ വിത്തുകളും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാതെ നശിച്ചു പോകുന്നതാണ് കാണുക. ഇതുപോലെ പല പല ഫുട്ബോൾ പ്ലെയേഴ്സും രംഗത്തേക്ക് വന്നിട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാതെ കൊഴിഞ്ഞു പോയവരുണ്ട്. എന്നാൽ ഇപ്പോൾ ലോകത്തിന്റെ നിറകയിൽ നിൽക്കുന്ന നല്ല കളിക്കാര് അവരൊക്കെ ദാരിദ്ര്യത്തിന്റെയും വേദനയും ദുഃഖത്തിന്റെയും ഫലമായിട്ട് അവരൊക്കെ അതിജീവിച്ച നല്ല നിലത്ത് വീണ വിത്തുകളാണ്. അവരുടെ അത്യധ്വാനം കൊണ്ട് അവരാണ് ഈ ഫലം പുറപ്പെടുവിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വചനം നമ്മുടെ ഹൃദയത്തിൽ വീഴുമ്പോൾ അത് സാത്താൻ കൊണ്ടുപോകാതിരിക്കാനും ഒപ്പം തന്നെ മംസളമായ നല്ല ഒരു ഹൃദയം രൂപപ്പെടുത്തി നമ്മുടെ ഹൃദയം വാർത്തെടുത്തുകൊണ്ട് കർത്താവിന്റെ വചനങ്ങൾ വളർന്ന് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ 60 മേനി ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിക്കാം. ഈ ലോകത്തിന്റെ സുഖ സന്തോഷങ്ങൾ പിന്നാലെ വരക്കാൻ പായാതെ ദൈവരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല ഓട്ടം ഓടിക്കൊണ്ട് കർത്താവിന്റെ വചനങ്ങളെ വളർത്തുവാനായിട്ട് ആ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്തുവിന്റെ അനുയായികളായി രക്തസാക്ഷികളെ പോലെയും വിശുദ്ധന്മാരെ പോലെയും നമുക്ക് 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശു തമ്പുരാൻ നമ്മെ പ്രത്യേകമായിട്ട് ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.